ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ ഇതിനുമ്പ് കണ്ടിട്ടുണ്ടാവും, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി. നമ്മളെല്ലാവരും പേഴ്സ് ഉപയോഗിക്കുക. പേഴ്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മൾ സ്വർണ്ണമൊക്കെ വാങ്ങുമ്പോൾ ജ്വല്ലറികളിൽ നിന്ന് കോംപ്ലിമെന്റ് ആയിട്ട് നമുക്ക് പേഴ്സ് ഒക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ കോംപ്ലിമെന്റ് ആയിട്ട് കിട്ടുന്ന പേഴ്സ് ഒട്ടുമിക്ക ജ്വല്ലറികളിലേക്കും കേരളത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവിടെ നിന്നാണ്. ഷബ പ്ലാസ്റ്റിക്സ് നമ്മുടെ ആലപ്പുഴയിലെ അരൂക്കുറ്റിയിലെ വടുതലയിലാണ് ഇത് സ്ഥലം. ഇവിടെ കുറേ ചേച്ചിമാർ പുറത്തിരുന്ന് അതിന്റെ എന്തൊക്കെയോ പണി ചെയ്യുവാണ്. ചേച്ചി ഇതെന്താ ചെയ്യണേ? പേഴ്സ് മറിച്ചോണ്ടിരിക്കും. ലാസ്റ്റ് സ്റ്റേജ് ആണോ? ഇത് മറിച്ചിട്ട് വെയിലത്തിട്ട് മറിച്ചാലേ ഈ ഫോം സോഫ്റ്റ് ആയിട്ട്. ഈ ചാനൽ ഏതാണെന്ന് എനിക്കറിയാൻ പാടില്ല. ശരിക്കും നിങ്ങളവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ്. കേരളത്തിലേക്കുള്ള മൊത്തം ജ്വല്ലറിയിലേക്കുള്ള ബാഗൊന്നും ഈ ഒരു കമ്പനിയിൽ നിന്നല്ല സപ്ലൈ ചെയ്യണത്. ഇതുപോലെ ഒരുപാട് ചെറുകിട കമ്പനികൾ അരുക്കുറ്റി വടുതല ഭാഗത്ത്, പിന്നെ മലപ്പുറത്ത്, പാലക്കാട്, കോഴിക്കോട്, കോട്ടയം ഈ ഭാഗത്തൊക്കെ ഒരുപാട് ബാഗ് കമ്പനികളുണ്ട്. അതുകൊണ്ട് കേരളത്തിലൊക്കെ മൊത്തം ഇവിടെ നിന്നല്ല കേട്ടോ, ബാക്കി ഇവിടെ നിന്ന് കണ്ടോക്ക്. ടൈപ്പ് പേഴ്സ് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇത് മൊബൈൽ പേഴ്സിന്റെ ഉള്ളിൽ പോക്കറ്റ്സ് ഒക്കെയാണ് അടിക്കുന്നത് അല്ലേ? മൊബൈൽ പേഴ്സിന്റെ ഉള്ളിൽ പോക്കറ്റ്സ് ഒക്കെ അടിക്കുന്നത്. പിന്നെ ഈ കട്ടുമായിട്ട് ജോയിൻ ചെയ്യുന്നത്. ഈ കട്ട് രണ്ടും ജോയിൻ രണ്ട് കെട്ടാണ് അല്ലേ? ജോയിൻ ചെയ്യുന്നത് കഴിഞ്ഞ അപ്പോഴാണ് അങ്ങനെ ആവുന്നത്. സാറ് പണിയല്ല, നമ്മൾ നോക്കുമ്പോൾ ഇത് വെച്ചു, ഇത് കട്ട് ചെയ്തു, അവിടെ കട്ട് ചെയ്തു, അങ്ങനെയല്ല. സിബേൽ അതേപോലെ പീസ് അടിക്കും. സിബേൽ അതേപോലെ പീസ് അടിക്കും. അത് മൂന്ന് ചേച്ചി പറയണേ, കാണുമ്പോൾ നിസാരം ഒരു ചെറിയ പേഴ്സ് കൊണ്ടു നടക്കുമ്പോൾ അതിന് ഒരുപാട് പണി ചെയ്താലും പേഴ്സ് ആവും. മറിച്ച് കഴിഞ്ഞിട്ട് ഇവരും ബട്ടൺ സംഭവമൊക്കെ ഉള്ള പണിയൊക്കെ ഉഷാറാണ്, അടിപൊളിയായിട്ട് നടക്കട്ടെ. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്, ഞാനും ഒരു തൊഴിലാളിയാണ്. ഞാൻ വീട്ടിൽ മെഷീനിട്ട് തയ്ക്കണ ആളാണ്. മെഷീൻ കണ്ട വീട്ടിൽ തയ്ക്കണ തൊഴിലാളിയാണ് ഞാൻ. എനിക്കിവിടെ കൊണ്ടുവന്നവരും തയ്ച്ച് കഴിയുമ്പോൾ എടുത്തുകൊണ്ട് പോകും. അങ്ങനെയൊക്കെയാണ് എൻ്റെ പരിപാടി. പക്ഷേ അതൊന്നുമല്ല, ഇതിൻ്റെ പിന്നാമ്പുറത്ത് ആരും അറിയാത്ത ചില സത്യങ്ങളുണ്ട്. അത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് എനിക്ക് വീഡിയോ വന്നത്. ഒരു തൊഴിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തൊഴിലാളിക്ക് ഒരു ന്യായമായ തുക അയാളുടെ പണിയുടെ ഇതിനനുസരിച്ച്, പണിയുടെ എഫർട്ടിനനുസരിച്ച് കിട്ടണം എന്നുള്ളൊരു എല്ലാ തൊഴിൽ മേഖലയിലും അങ്ങനെ ഒരു സംഭവമുണ്ട് അല്ലേ? പക്ഷേ ഇവിടെ മാത്രം അത് നടപ്പിലാണില്ല. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനൊരു മോഡൽ പേഴ്സ് തയ്ക്കുന്നുണ്ടെങ്കിൽ അത് 10 വർഷം മുമ്പ് അതിനെന്ത് റേറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുന്ന പല തൊഴിലാളികൾക്കും അത് അറിയാൻ പറ്റും. ഉദാഹരണത്തിന് 5 രൂപ 4 രൂപ എന്നുണ്ടായിരുന്ന പേഴ്സിന് ഇപ്പോഴത്തെ 10-12 വർഷത്തിന് ഇപ്പുറമുള്ള റേറ്റും തയ്ച്ചു കൊടുക്കുമ്പോൾ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 രൂപ 6 രൂപ. അതായത് 10-12-15 വർഷത്തിന് ഇപ്പുറത്തേക്ക് റേറ്റ് കൂട്ടിക്കണം 1 രൂപ അല്ലെങ്കിൽ 50 പൈസ, ഇതൊക്കെയാണ് കൂട്ടിക്കുന്നത്. ഇതിനപ്പുറം കൂടുതൽ പോയിട്ടില്ല. ഇതിനിടയ്ക്ക് എന്തൊക്കെ സാധനത്തിൽ വില കൂടി, എന്തൊക്കെ ഉപ്പോട്ട് കറുപ്പൂരം വരെയുള്ള സാധനത്തിന് വില കൂടിയൊന്നും ഈ കമ്പനിക്കാർ അറിഞ്ഞിട്ടില്ല. നമ്മുടെ തൊഴിൽ ഉടമകൾ അറിഞ്ഞിട്ടില്ല. അവരൊന്നും തൊഴിലുടമകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളെപ്പോലെ തന്നെ ഇപ്പം ഇരുന്ന് കമ്പനികളിൽ പോയിരുന്ന് പണി ചെയ്ത ആൾക്കാരാണ്. ഇപ്പോഴത്തെ അവിടുന്ന് പണി പഠിച്ചിറങ്ങിയിട്ട് നമ്മളെപ്പോലെ തൊഴിലാളികളായിട്ട് പ്രവർത്തിച്ച ആൾക്കാരാണ് ഇപ്പോഴുള്ള പല മേഖലകളിൽ, അതായത് മറ്റുള്ളവർ തൊഴിൽ കൊടുക്കുന്ന ആൾക്കാർ. അപ്പോൾ അവർക്ക് ഒരു തൊഴിലാളികളുടെ വിഷമം അറിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് നല്ലോണം അറിയാം. ഒരു തൊഴിലെടുക്കണമെങ്കിൽ അതിന് എത്ര ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ അവർക്ക് നല്ലോണം അറിയാം. എന്നിട്ട് പോലും അവർ ചെയ്യിപ്പിക്കുന്ന ആൾക്കാർക്ക് ന്യായമായ കൂലി ഇതുവരെ അവർ നടപ്പിലാക്കിയിട്ടില്ല. ഒത്തൊരുമയില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അടപ്പതന ഈ മേഖലയുടെ. അപ്പോൾ 2 വിഭാഗം തൊഴിലാളികളാണ് ഈ മേഖലയിലുള്ളത്. ഒന്ന് എന്നെപ്പോലെ വീടുകളിലിരുന്ന് തയ്ക്കുന്ന ആൾക്കാരും മറ്റേത് കമ്പനിയിരുന്ന് തയ്ക്കുന്ന ആൾക്കാരുമാണ്. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ തമ്മിലൊരു യോജിപ്പില്ല. നമ്മളെന്ത് പണിയുടെ വിഷയം റേറ്റ് സംബന്ധമായ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നല്ലൊരു പുരോഗമനം ഈ മേഖലയിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പോൾ 10 വർഷമായിട്ട് ഒരേ ഗ്രാഫിലാണ് ഇപ്പോൾ ഈ മേഖല പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പുരോഗമനമില്ല. പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിൽ നല്ല പുരോഗമനമുണ്ട്, പണി നല്ലോണം നടക്കുന്നുണ്ട്. ഈ ന്യായമായ കൂലി അതിൻ്റെ കാര്യത്തിലൊരു പുരോഗമനമില്ല. അതെപ്പോഴും 10 വർഷം മുമ്പുള്ളതും ഇപ്പോഴും ഒരേ ഗ്രാഫ് തന്നെയാണ്. പറഞ്ഞിട്ടെന്ത് കാര്യം? തൊഴിലാളികൾ തമ്മിലുള്ള യോജിപ്പുണ്ടെങ്കിലേ ഒരു പുരോഗമനം ഉണ്ടാകാൻ പറ്റുള്ളൂ ഈ മേഖലയിൽ. ഏത് സംഘടന എടുത്ത് നോക്കിയോ, ഏത് തൊഴിൽ മേഖല എടുത്ത് നോക്കിയാലും ഒരു തൊഴിലാളി സംഘടന അവർക്ക് ഉണ്ടാവും. ഇപ്പോൾ ഡ്രസ്സ് തയ്ക്കണമായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ മുടി വെട്ടുന്നത്, കയർ തൊഴിലാളി, പുല്ല് വെട്ടണ ആൾക്കാർക്ക് വരെ ഒരു സംഘടനയുണ്ട്. എന്നിട്ട് പോലും ഈ മേഖലക്ക് അങ്ങനെ ഒരു സംഭവമില്ല. സംഘടന ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ 2-3 ചെറുപ്പക്കാർ ഇതിനു മുമ്പ് ഇറങ്ങിയായിരുന്നു. കുറച്ച് അതൊക്കെ ഇവർ ഈ മേഖലയിലെ മുതലാളിമാർ തമ്മിൽ ബാക്ക്ഗ്രൗണ്ട് നല്ല യോജിപ്പുണ്ട്. അവരുടെ യോജിപ്പനുസരിച്ച് നമ്മളെ തുടങ്ങി വെച്ച സംഘടന അവർ കൂട്ടിക്കെട്ടി. അങ്ങനെയാണ്. യോജിപ്പുണ്ടെങ്കിൽ എന്തും നടക്കും. തൊഴിലാളികൾ തമ്മിലൊരു കോമ്പിനേഷൻ ഇല്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. മിക്ക കമ്പനികളിലും പണിയെടുക്കുന്ന തൊഴിലാളികൾ അവരുടെ മുതലാളിമാരുടെ അടിമകളായിട്ടാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ കൊടുക്കുന്നത്, ജീവിതകാലം മൊത്തം അവർ കൊടുക്കുന്നതും വാങ്ങി അവർക്ക് അടിമകളായിട്ട് ജീവിച്ചോളാന്ന് പ്രതിജ്ഞയെടുത്ത രീതിയിലാണ് അവർ അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം ഒരു വീഡിയോ കട്ട് നിങ്ങളെ കാണിച്ചില്ലേ, അത് ഇറങ്ങിയിട്ട് കുറച്ച് നാളായി. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ആ വീഡിയോ കാണുന്നത്. ഇങ്ങനൊരു വീഡിയോ ജനങ്ങൾ കണ്ട സ്ഥിതിക്ക് ഇങ്ങനൊരു അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ ഒരു അവസ്ഥയുണ്ടല്ലോ, അവരെ ചൂഷണം ചെയ്യപ്പെടുന്ന അവരുടെ ഒരു പിന്നാമ്പുറക്കഥ ജനങ്ങൾ അറിയണം എന്നുകൂടി എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഇങ്ങനൊരു മേഖലയെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെന്ന് കമൻ്റ് ഇടാം. ശരി.